ഓൾറെഡി റെഡി. എന്താ എക്സ്പെക്ടേഷൻ? നമ്മുടെ ന്യൂ ഇയർ എന്നാ പെട്ടെന്നായിരുന്നു അല്ലേ? എല്ലാം പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ കഴിഞ്ഞ ഈ 2025 കുറച്ച് ദിവസം മുമ്പ് തുടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നത്. അതെ അതെ, മീനൂട്ടിന്റെ ബർത്ത്ഡേ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ. അതെ, കല്യാണം ഒക്ടോബർ ഇപ്പൊ കഴിഞ്ഞതുപോലെ. 2025 ആണെന്ന് തോന്നുന്നു. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പൊതുവെ ചിലപ്പോ ഇത്രയും മ്യൂസിക്കൽ ആയതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷം ഡേയ്സ് ആർ പാസിംഗ് so fast. Super fast. അതെ, ഉണ്ണിയങ്കള് കൃത്യസമയത്ത് സ്പെഷ്യൽ ദിവസമുള്ളപ്പോ കൃത്യസമയത്ത് വരും ഉണ്ണിയങ്കൾ സ്പെഷ്യൽ അതുകൊണ്ട് ഉണ്ണിയങ്ങളെ കാണാൻ തോന്നുമ്പോ ഞങ്ങള് സ്പെഷ്യൽ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതെ, ഉണ്ണിയങ്കൾ ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ്. ഉണ്ണിയങ്കളിന് 2026 പറ്റി എന്താണ് പറയാനുള്ളത്? ഈ വർഷത്തെക്കാട്ടിലും വളരെ ഭംഗിയാവട്ടെ അടുത്ത വർഷം എന്നാണ് എപ്പോഴും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ 2026 എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, ഈ വർഷത്തെക്കാട്ടിലും ഗംഭീരമായിട്ട് അടുത്ത വർഷം വരട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ചേച്ചിക്കോ? ഭയങ്കര ഹാപ്പി. കാരണം 2025 ഞാൻ ഫ്ലവേഴ്സിൽ വരുന്നു, നിങ്ങളെല്ലാരെയും കാണുന്നു, മച്ചേട്ടനെ പരിചയപ്പെടുന്നു, ഉണ്ണിസാറിനെ പരിചയപ്പെടുന്നു, കല്യാണം കഴിയുന്നു. ഭർത്താവിനെ കിട്ടുന്നു. ഭർത്താവ് എന്ന് പറയണ്ട, ഒരു പാർട്ട്ണർ. അത് പറഞ്ഞ എന്റെ വലതു ഭാഗത്ത് MJ സാറും ഇടതു ഭാഗത്ത് ഉണ്ണി സാറും മതിച്ചേട്ടനും ഒക്കെ വന്നിരുന്ന് ഞാൻ പാട്ടിൽ മുഴുകിയിരുന്ന് എന്റെ 2025 തീർന്നു പോയത് ഞാൻ അറിയുന്നില്ല. അതാണ് എനിക്ക് സംഭവിച്ചത്. അപ്പൊ അതുപോലെ തന്നെ 2026 ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് വിഷയുന്നു. ഈ മധുവങ്ങളുടെ പ്രതീക്ഷ ഇപ്പൊ ആര്യ പറഞ്ഞില്ലേ, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞില്ലേ, അതന്നെ പ്രത്യേകിച്ച് ഞാൻ എന്നാ പറയാനാ. പ്രതീക്ഷിക്കുക. എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. ഈ ഉണ്ണി സാർ ഇങ്ങനെ ചെറുപ്പമായി വരുന്നത് എനിക്ക് അറിയണം. അത് പാടില്ല. അതൊരു ന്യൂ ഇയർ സമയത്ത് അസൂയ പാടില്ല. എന്നാ അടുത്ത എപ്പിസോഡ് 70 വയസ്സ് കഴിഞ്ഞ 40-കാരൻ. നമ്മുടെ സംഗീത ലോകത്തെ മമ്മൂട്ടിയാണ് ഉണ്ണി സാർ. ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര സുഖ, പക്ഷെ എളുപ്പമല്ല. അല്ല, ഓൺലി പോസിറ്റീവ് തോട്ട്സ്, നോ നെഗറ്റീവ് തോട്ട്സ്. മതങ്ങളെ, നമ്മുടെ ടോപ്പ് സിംഗർ തുടങ്ങുമ്പോ തൊട്ട് നമുക്കിങ്ങനെ ഈ നെടും തൂണെന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതാണ് നമ്മുടെ ടോപ്പ് ബാൻഡ്. ആര് വന്നാലും നമ്മുടെ ടോപ്പ് ബാൻഡിനെ പറ്റി പറയാതെ തിരിച്ചു പോവേയില്ല. അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പ് ബാൻഡിനോട് ചോദിക്കട്ടെ, എന്താണ് 2026 നമ്മുടെ പ്രതീക്ഷ? റെപ്രസെന്റ് ചെയ്ത് ഒരാൾ പറഞ്ഞാലും മതി, ആരെങ്കിലും. 2025 പോലെ തന്നെ 26 സന്തോഷപ്രദമായിട്ട്, 25 പോലെ പോരാ, ഇതിനേക്കാളും നന്നാണ്, മധുരകരമായിട്ട് പോകട്ടെ. നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും വായിക്കാനും ഇടവരട്ടെ. അതെ, ആശംസിക്കുന്നു. അടിപൊളി, വെരി ഗുഡ്. ടോപ്പ് ബാൻഡിലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. അതെ, ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സെറ്റിങ്ങിന് ഓരോ സമയം വരുമ്പോഴും മാറിക്കൊണ്ടിരിക്കും. ക്രിസ്മസ് ആയിരിക്കുമ്പോ മൊത്തം ക്രിസ്മസ് ആയിരിക്കും. ഇപ്പൊ ന്യൂ ഇയർ ആയപ്പോ നമ്മൾ കണ്ടോ 2026 വെച്ച് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഇനി പാട്ട് കേട്ട് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെലിബ്രേഷന് വേണ്ടി ഇങ്ങനെ വെമ്പിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ വിതുമ്പരുത്. ഓക്കെ, വെമ്പലാണ് വേണ്ടത്. അതെ, ഒരു വെമ്പൽ മാത്രം മതി. അങ്ങനെ വെമ്പലിനൊടുവിൽ സെലിബ്രേഷൻ റൗണ്ട് എത്തിയിരിക്കുകയാണ്. സെലിബ്രേഷൻ ആയിട്ട് വരുന്നത് ആരാണെന്ന് അറിയാമോ ഉണ്ണിയങ്കളിന്? ഒരു കുട്ടുമണിക്കുട്ടനാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. ഹലോ. എന്താ കവാലിയാണോ പാടാൻ പോണേ? പിന്നെ ഉദിച്ച ചന്ദ്രൻ. തലയിലെ കെട്ട അവിടെ പോയി. തലയിൽ കെട്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ ദിലീപ ഉണ്ണികൃഷ്ണൻ. കുട്ടുമണിക്കുട്ടാ, എന്താണ് റെസൊല്യൂഷൻസ്? എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് വെച്ചാല് ബോഡി കുറച്ചും കൂടെ ഫിറ്റ് ആക്കണം, പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ഫുഡ് കഴിച്ചു തുടങ്ങണം. ഇത്ര നാളെ ഹെൽത്തി ഫുഡ് അല്ലായിരുന്നോ? ആയിരുന്നു, പക്ഷെ ഇനി കുറച്ച് അതും കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. പാട്ടിന്റെ കാര്യത്തിൽ എന്താണ് സൊല്യൂഷൻ? പാട്ടിന്റെ കാര്യത്തില് ബ്രെത്ത് എക്സസൈസ് കൂട്ടണം, പിന്നെ വോംഅപ്സിന്റെ ടൈം ഡ്യൂറേഷൻ കൂട്ടണം. അങ്ങനെ നമുക്ക് പാട്ടിലേക്ക് കയറാം അല്ലേ? അതെ, അതാ നല്ലത്. ഒരു മെയിൻ സാധനം മറന്നു. മൂവി പഞ്ചാബി ഹൗസ്, ഇയർ 1998, മ്യൂസിക് സുരേഷ് പീറ്റേഴ്സ് സർ, ലിറിക്സ്
എസ് രമേശൻ നായർ സർ. ഓക്കെ. അത്രേ ഉള്ളൂ. പാടിയത് അയ്യോ, പാടിയത് MG സർ ആൻഡ് മനു സർ. Yes, very good. പാട്ട് അപ്പൊ ഉദിച്ച ചന്ദ്രന്റെ. മെയിൽ ഡുവറ്റ് ഇപ്പൊ ഒറ്റയ്ക്ക് പാടാൻ പോകണം. യെസ്. Yes. പക്ഷെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ആ, അയ്യോ എല്ലാം അതെ, അത് എല്ലാവർക്കും അതെ, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഓക്കെ. കിട്ടിയപ്പോ ഞങ്ങൾ അങ്ങ് അമ്പരന്ന് പോയി പാട്ട് കേട്ടപ്പോ. ആണോ? ഇത് കിടിലം പാട്ടാ. ബാസ് എല്ലാം കേട്ടപ്പോ അയ്യോ എന്റെ ഫേവറേറ്റ് Yes. പാട്ടാടാ. അടിച്ചു പൊളിക്കണം. ഓക്കെ, അത് All the best. പാർത്ഥിക്കുട്ടൻ അടിച്ചു പൊളിക്കുന്ന അറിയാം. ഫുൾ ഓഫ് എനർജി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. Best of luck. താങ്ക് യു.
നൈസ് കോറസ്. But if you were the judge, how will you give the marks? Like, If I was the judge and if I judged the mark for me as this song, yes, I will give 96.5. Correct. brilliant. 96 ആണ് ഞങ്ങൾ വെച്ചത്. Oh. 96 out of 100. 96 out of 100. You are an intelligent guy. Yes. Happy New Year. Happy New Year, baby. Happy New Year to you. Bye. Be happy. New Year.